മലപ്പുറം എളങ്കൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഇപ്പോൾ ഭർത്താവ് പ്രബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്ത. ആത്മഹത്യാ പ്രേരണയും സ്ത്രീപീഡനം എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിൽ മകളെ നിരന്തരം ആക്രമിച്ചിരുന്നുവെന്നാണ് വിഷ്ണുജയുടെ കുടുംബം ആരോപിക്കുന്നത്. മാനസികപരമായിട്ടും ശാരീരികമായിട്ട് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയും. അതായത് സ്വർണം കുറവാണെന്ന് പറഞ്ഞിട്ട് അവളെ ഉപദ്രവിക്കലുണ്ടായിരുന്നു. സൗന്ദര്യം കുറഞ്ഞു പോയി, പിന്നെ ഇതില്ല, ജോലിയില്ല, അതിന് പിന്നെ ഇതില്ല, ആരോഗ്യമില്ല. അവളെ കൂട്ടുകാരി ഗിഫ്റ്റ് ആയിട്ട് ചെന്നപ്പോൾ എന്തോ മർദ്ദിച്ച പാട് കണ്ടു. പൂരത്തെറി വിളിച്ച് ഇവിടെ ചീത്ത പറയണ അതൊക്കെ വോയിസ് ക്ലിപ്പൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ട്. അഷ്കർ അലി കരിമ്പയുടെ വിശദാംശങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ട് തന്നെയാണോ പ്രബിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? വിനിത, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുന്ന ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രബിൻ. ഈ പ്രബിനും വിഷ്ണുജയും തമ്മിലുള്ള വിവാഹം 2023 മെയ് മാസത്തിലായിരുന്നു കഴിഞ്ഞത്. പിന്നീട് 2 വർഷക്കാലം ആവുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ വിഷ്ണുജ ഇത്തരത്തിലൊരു കടും കയ്യിലേക്ക് ഇല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെയാണ് പ്രധാനമായും പ്രബിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സ്ത്രീ പീഡനം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് വലിയ തോതിൽ മാനസികമായി പ്രബിൻ വിഷ്ണുജയെ ഉപദ്രവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസും പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കുടുംബം ആരോപിക്കുന്നതനുസരിച്ച് സൗന്ദര്യത്തിൻ്റെ പേര് പറഞ്ഞ്, അതുപോലെ തന്നെ ജോലിയുടെ പേര് പറഞ്ഞുകൊണ്ടും സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടും പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള പീഡനത്തിന് വിഷ്ണുജയെ ഇരയാക്കിയിരുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മർദ്ദനത്തിന് വരെ ഇരയാക്കിയിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം. ആ കുടുംബത്തിൻ്റെ പരാതിയിൽ ഇന്നലെ തന്നെ മഞ്ചേരി പോലീസ് ഈ കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ പ്രബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ഔദ്യോഗികമായി അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു. മഞ്ചേരി പോലീസാണ് ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വലിയ തോതിൽ മർദ്ദനം ഉണ്ടായിരിക്കുന്ന കുടുംബത്തിൻ്റെ ആരോപണം ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നാലായിരിക്കും ആ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക. കാരണം വിഷ്ണുജയുടെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ മർദ്ദനത്തിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നതിൽ ഒരു ആരോപണം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല മരണത്തിൽ പോലും അസ്വാഭാവികതയുണ്ട്, ദുരൂഹതയുണ്ട് എന്നതാണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. അതിന് കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. വിനീത, ശരി. അഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.